നല്ല യൂസ് ചെയ്താന്നാ എടാ, ഓരോ നോട്ടും ഓരോ ഷോട്ടും സൂപ്പറായിട്ട്. ഇന്റർവെല്ലിന് ശേഷം പടം ഒരു കത്തിക്കലായിരുന്നു. ആ സാധനമൊക്കെ ഉണ്ട് മോനെ, മൊത്തത്തിൽ കണ്ടു നോക്കാം, എന്തായാലും അടിപൊളിയാണ്. നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടോ ഫാമിലി ആയിട്ടോ ഒരു തിയേറ്ററിൽ വന്നിട്ട് ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ശരിക്കും. കളിയാക്കിയവർക്ക് ലാലേട്ടൻ കളിയാക്കാനുള്ള അവസരം കൊടുത്തെങ്കിൽ ഇത് കൈയടിക്കാനുള്ള അവസരം ലാലേട്ടൻ നല്ല വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിരുന്നു. ഈ ഫാമിലി ഓഡിയൻസ് ആൻഡ് ഫാൻസിന് ഭയങ്കരമായിട്ട് തൃപ്തിപ്പെടും. പിന്നെ ഈ പറയുന്ന ഒരു ദൃശ്യം എക്സ്പെക്റ്റ് ചെയ്യരുത്, പക്ഷെ വർത്താണ്. എൻ്റെ പൊന്ന് പൊളിച്ചടിക്കും. കുറേ നാളെ ശേഷം ഒരു ലാലേട്ടൻ്റെ പടം കണ്ട് സന്തോഷത്തോടെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഈ ഓരോ ഷോട്ടും തരുമൂർത്തി എടുത്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ, ഓരോ ക്യാമറ വർക്കും സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല യൂസ് ചെയ്താന്നാ എടാ, ഓരോ നോട്ടും ഓരോ ഷോട്ടും സൂപ്പറായിട്ട്. ഇന്റർവെല്ലിന് ശേഷം പടം ഒരു കത്തിക്കലായിരുന്നു. സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. വിഷയം സിനിമ അടിപൊളി. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് മോഹൻലാലിൻ്റെ ഫൈറ്റ് അടിപൊളി, ഒന്നും പറയില്ല. ലാലേട്ടൻ തകർത്ത് അന്വേഷിച്ചിട്ടുണ്ട്, അടിപൊളി. എമ്പുരാനേക്കാളും കൊള്ളാം, സൂപ്പർ. കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറച്ചും കൂടി കിടിലായിരുന്നു സത്യം പറഞ്ഞാൽ. നല്ല ആക്ഷൻസും എല്ലാം ഉണ്ട്. താങ്ക് യു. നല്ല മൂവിയായിരുന്നു. ലാലേട്ടൻ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. നൈസ് പടമായിരുന്നു, നല്ല രസമുണ്ട്, നൈസാണ്. കൊള്ളാം, നല്ല മൂവി. നല്ല സിനിമ, കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു. വിഷയം കംബാക്ക് ആയിരുന്നു മോഹൻലാലിന്റെ. എമ്പുരാനെക്കാട്ടി വിഷയം ഒന്നുകൂടി ഫാമിലി ആയിട്ട് കാണണമെന്നുണ്ട് ഇനി. സൂപ്പർ ബ്രോ, കിടിലം പടമാണ്. ലൈക്ക് കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം. മോഹൻലാലിൻ്റെ ഈ ഒരു കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ ഇറങ്ങിയതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഫിലിംസ് എന്ന് വേണമെങ്കിൽ പറയാം. എമ്പുരാൻ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഇത് വേറെ ഒരു ടൈപ്പ് സിനിമയാണ്. ബട്ട് സ്റ്റിൽ ഇത് കിടിലം ഒരു സിനിമ തന്നെയാണ്. മോഹൻലാലിൻ്റെ ആക്ടിങ് ഒന്നും പറയാനില്ല, കിടിലോ എന്ന് പറഞ്ഞാൽ കിടിലം. ഞാനായിട്ട് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതേപോലെ തന്നെ ഒരു അണ്ടർ റേറ്റഡ് ആക്ടറാണ് ഈ സിനിമയിൽ. ഒരു ഇൻസ്പെക്ടർ ഒരു ക്യാരക്ടറുണ്ട്, ആ പുള്ളിക്കാരൻ്റെ അഭിനയം കിടിലോ എന്ന് പറഞ്ഞാൽ കിടിലാണ്. പിന്നെ ഈ സിനിമയിൽ ഓവറോൾ കാസ്റ്റിംഗ് ആയാലും ശരി എല്ലാം കിടിലാണ്. എല്ലാവരും അവരവർ ഭാഗം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെക്നിക്കൽ ടീംസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് വർക്ക്, വിഷ്വൽ ക്വാളിറ്റി അപാരം. നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടോ ഫാമിലി ആയിട്ടോ ഒരു തിയേറ്ററിൽ വന്നിട്ട് ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ശരിക്കും. പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ കാസ്റ്റിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരോ ആൾക്കാർ അവരവരുടെ റോൾസ് പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഡയറക്ടർ തരുൺ മൂർത്തി, പുള്ളിക്കാരനൊരു ബിഗ് ഹാറ്റ്സ് ഓഫ് ഉള്ള കാര്യം പറയാം. പുള്ളിക്കാരൻ കിഡിലോട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമ. പുള്ളിക്കാരൻ്റെ ലാസ്റ്റ് സിനിമ ഞാൻ കണ്ടത് എനിക്ക് തോന്നുന്നു ഓപ്പറേഷൻ ജാവയാണെന്ന് തോന്നുന്നു. അത് നല്ലൊരു സിനിമ തന്നെയാണ് സംബന്ധിച്ച്. ബട്ട് അത് വെച്ച് കമ്പയർ ചെയ്തത് വളരെ ഒരു നല്ല സിനിമ തന്നെയാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. വേറെ ബഡ്ജറ്റിൻ്റെ കാര്യം, ഇപ്പം കളക്ഷൻ ഇത് എന്തായാലും നല്ലോണം വാരും. പക്ഷേ എമ്പുരാൻ്റെ അത്രയൊന്നും എത്തില്ല, കാരണം അത് വിധം വേറെ ടൈപ്പ് സിനിമയാണ്, മനസ്സിലായില്ലേ. എമ്പുരാൻ എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ സ്റ്റോറി ടൈപ്പ് സിനിമയാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻ്റ് ആണ്. ഈ സിനിമയിലൊരു ഇമോഷണൽ ട്രാൻസിഷൻ ഉണ്ട്. അതായത് ആദ്യം തുടങ്ങുമ്പം കുറച്ച് ഹാപ്പിനെസ്, കുറച്ച് ജോളിയായിട്ട് പോകും. അത് കഴിയുമ്പം ശകലം ഒരു പേടി, ശകലം ഒരു ദേഷ്യമൊക്കെ വരും. മൂന്നാമത് എൻ്റെ പൊന്നോ സെക്കൻഡ് ഹാഫാണ് ഈ സിനിമേൻ്റെ ശരിക്കും ഗിയർ മാറുന്നത് ഉള്ള കാര്യം പറയല്ലേ. കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ പറയുമ്പോൾ നല്ലൊരു സിനിമ തന്നെയാണ്. ഇതിൽ ഒന്നും എനിക്ക് മോശം പറയാനില്ല. ഇപ്പം ഇതേപോലത്തെ സിനിമകൾക്കാണ് കളക്ഷൻ കിട്ടേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സത്യം പറഞ്ഞാൽ. വേറെ ഇപ്പോൾ പുഷ്പ 2 പോലത്തെ സിനിമയ്ക്കെന്ന് പറഞ്ഞാൽ അത്രയും നല്ലോണം കളക്ഷൻ പോകില്ല. പക്ഷേ ഇതിനാണ് കുറച്ചും കൂടെ നല്ല കളക്ഷൻ കിട്ടേണ്ടത്, മനസ്സിലായില്ലേ. പിന്നെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്തായാലും നല്ലൊരു സിനിമയാണ്, എല്ലാവരും ഇത് തിയേറ്ററിൽ നിന്ന് കാണണം. കിട്ടില്ല സിനിമയാണ്. സൂപ്പർ ഇടം, നല്ല പടം. അടിപൊളി ക്രേസി നന്നായിട്ട് കിടല സിനിമ, എല്ലാവരും കണ്ടു. ചേട്ടാ നല്ല പടം. മോഹൻലാലിനെ തിരിച്ച് കണ്ടു എന്ന് പറയാം. പഴയ മോഹൻലാലിനെ നമുക്ക് ഈ സിനിമ നന്നായി കാണാൻ പറ്റും. നല്ലൊരു സിനിമയാണ്, എല്ലാം ഇഷ്ടപ്പെടും. വെരി ഗുഡ് ഫിലിം. ഇമോഷണലി പീക്കാണ്. മോഹൻലാലിൻ്റെ ആക്ടിങ്, ഡയറക്ഷൻ, ക്യാമറ, എവറിത്തിങ് പീക്ക്. ആഫ്റ്റർ ലോങ് ദൃശ്യം പോലെ ഒരു വൈബ് എനിക്ക് ഫീൽ ചെയ്തു. എല്ലാം പീക്ക് ചെയ്ത ഒരു സിനിമയാണ്. ഒരു സോഷ്യൽ ഇഷ്യൂ വളരെ റെലവൻ്റ് ആയിട്ടും വളരെ ഇമോഷണലായിട്ട്. ആഫ്റ്റർ ലോങ് ഐ ഫെൽ സോ മച്ച് ഇമോഷണൽ. അപ്പോൾ അത്ര ഇതായിട്ട് പീക്കായിട്ട് ആഫ്റ്റർ ലോങ് ഇറ്റ് ഇസ് സംതിങ് എൽസ് പെർഫോമൻസ്. ഒരു മോഹൻലാൽ ഫാൻ എന്ന രീതിക്ക് പഴയ ലാലേട്ടൻ അങ്ങനെ നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റി. പിന്നെ ശോഭന മാം, പിന്നെ കൂടെ അഭിനയിച്ച എല്ലാവരും എക്സലൻ്റ് ആയിരുന്നു. എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഓൾറൗണ്ട് മൂവി വാസ് 10 to 10 എനിക്കങ്ങനെ പറയാനുള്ളൂ. ഒരുപാട് ഇമോഷൻസ് ഒരേ സമയത്ത് നമുക്ക് കടന്നുപോയി. ഫാമിലി ഡ്രാമ, അതിൽ ക്രൈം, ത്രില്ലിംഗ്, എവറിത്തിങ്. എനിവേ അടിപൊളിയായിരുന്നു പടം. ഓൾ ദ ബെസ്റ്റ്. അതെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ബിക്കോസ് റീസെൻ്റ് ആയിട്ടുള്ള പുള്ളിയുടെ മൂവീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് ഒരു എക്സെപ്ഷണൽ കേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പഴയ ലാലേട്ടൻ അങ്ങനെ റോ രീതിയിൽ നമുക്ക് കാണാൻ പറ്റി. സോ ഇറ്റ് വാസ് റിയലി ഗുഡ്. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നമുക്ക് ആ ഒരു
റോ ലാലേട്ടനില്ലേ, ആ ഒരു നാടൻ വൈബ്സ് ഒക്കെ പിടിച്ചിട്ടുള്ള പഴയ ലാലേട്ടൻ, ആ സംഭവമാണ് എനിക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റിയത്. എമ്പുരാൻ ഈസ് എന്തായാലും ഡിഫറെൻറ്റാണ്. പുള്ളിയുടെ ഒരു കംപ്ലീറ്റ് ഗെറ്റപ്പും എല്ലാം വേറെ ഒരു മൂഡായിരുന്നു. ഇത് കംപ്ലീറ്റ്ലി ഒരു വേറൊരു മൂഡാണ്. ആ പഴയ ക്ലാസിക് വിൻറ്റേജ് ലാലേട്ടനെ ഏതാണ്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ സാധനമൊക്കെ ഉണ്ട് മോനെ, മൊത്തത്തിൽ കണ്ടു നോക്കുക, എന്തായാലും അടിപൊളിയാണ്, എല്ലാവരും കാണണം. തരുൺ മൂർത്തിക്ക് ഒരു 1000 നന്ദി. കാരണം 6 കൊല്ലം മുമ്പേ അഭിനയത്തിൽ എവിടെയോ മുങ്ങിപ്പോയ, എവിടെയോ കളഞ്ഞു പോയ ഒരു ലാലേട്ടനെ വീണ്ടും തിയേറ്ററിൽ കാണിച്ചു തന്ന തരുൺ മൂർത്തിക്ക് ഒരു 1000 നന്ദി. ലാലേട്ടൻ അങ്ങ് പൊളിച്ചടുക്കി വെച്ചിട്ടുണ്ട്, അങ്ങ് തകർത്ത് വെച്ചേക്കുക. പുള്ളി ഇങ്ങനെ ആ ഒരു സദയം ലെവലിലൊക്കെ കണ്ടത് ഒരു എഫക്റ്റ് ഉണ്ട് ഇപ്പം വീണ്ടും. ഒരുപാട് നന്ദി. ഭയങ്കര സന്തോഷമാണ് നമുക്ക് തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങുമ്പോഴേക്കും. ശോഭന ചേച്ചി ആയാലും ലാലേട്ടൻ്റെ കൂടെ നിന്ന് ഒന്നിനൊന്നിനും മെച്ചൊരു പിടിക്കുകയും, സ്ക്രിപ്റ്റ് അതിനെപ്പറ്റി ഒന്നും പറയണ്ട, ലാലേട്ടനാണ് എല്ലാം ഇതിനകത്ത്. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും കളിയാക്കിയവർക്ക് ലാലേട്ടൻ കളിയാക്കാനുള്ള അവസരം കൊടുത്തെങ്കിൽ ഇത് കൈയടിക്കാനുള്ള അവസരം ലാലേട്ടൻ നല്ല വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഇനി ഇത് ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകണം. ഇങ്ങനെയുള്ള പടങ്ങൾ തന്നെ ലാലേട്ടൻ്റെ ഇതേ എനർജിയിൽ, ഇതേ പവറിൽ, ആ ഒരു കളറിൽ ലാലേട്ടൻ ഇനിയും കാണാൻ പറ്റണം. അടിപൊളി പടം ഇത്. ഫാമിലി ഓഡിയൻസ് എടുക്കണം, എടുത്തേ പറ്റൂ.